നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? സൂക്ഷ്മമായിട്ടുള്ള വിശകലനവും പരിശോധനയുമെല്ലാം ഈ വരുന്ന ആഴ്ച നടക്കുകയുള്ളൂ. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അടക്കം താഴത്തേക്കുള്ള എല്ലാ കമ്മിറ്റികളും ഘടകങ്ങളും കൂടി കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ കുറവുകൾ പരിശോധിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് 1% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നു. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇപ്പൊ ഈ തോൽവിയിൽ തീർന്നു പോകുന്നതാണ് കമ്മ്യൂണിസം എങ്കിൽ ഈ കമ്മ്യൂണിസം എന്നേ ഈ രാജ്യത്ത് അവസാനിച്ചേനെ, കേരളത്തിൽ അവസാനിച്ചേനെ. 1977 ഞങ്ങൾക്ക് 0 സീറ്റായിരുന്നു. 0. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 3 വർഷങ്ങൾക്ക് ശേഷം 1980 സഖാവ് E.K. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി. 0 നിന്നാണ് വളർന്നു വന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അതുപോലെ 2019 ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത്? ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത്? ആകെ ആലപ്പുഴയിൽ 1500 വോട്ടിന് ജയിച്ച ഒറ്റ സീറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയില്ലേ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതായിരുന്നില്ല ചോദ്യം. അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങളെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഓ, എന്നെ കൊല്ലടി കൊല്ല്. ജനങ്ങളെ ബോധിപ്പിക്കാൻ അതിശക്തമായിട്ടുള്ള പ്രചരണവും ഇടപെടലുകളും ഞങ്ങൾ നടത്തി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇതിന്റെ മുഴുവൻ പഴിയും കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോൾ അത് ശരിയായ ഒരു ചർച്ചയല്ല. ഇനി പാർട്ടി ഉണ്ടായ പിണറായിലെ പാറപ്പുറം ബൂത്തില് കോൺഗ്രസിന്റെ വോട്ട് കൂടുകയാണ്, BJPയുടെ വോട്ടും അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോ CPM-ന്റെ വോട്ട് കുറയുന്നു. ഉത്തരവാദിത്തം ആർക്കാ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോ ഞങ്ങൾ നാട്ടുകാരെ മുഴുവൻ കണ്ടു, തെറ്റ് തിരുത്തി. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്കോർ ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വന്നു, തുടർഭരണം കിട്ടിയെന്ന്. ആ തുടർഭരണം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഇടത് അനുകൂല വോട്ടുകൾ എവിടെ പോയി അരുൺകുമാറെ? അത് പറയും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കഴിഞ്ഞ 3 വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ലക്ഷക്കണക്കിന് വോട്ടുകൾ BJPയിലേക്ക് പോയതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ 5 കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ വോട്ട് കുറഞ്ഞു തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളും എടുത്ത് ഇഴകീറി പരിശോധിച്ച് അഭിപ്രായം പറയാൻ താങ്കൾ തയ്യാറുണ്ടോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. താങ്കൾ തയ്യാറല്ല. താങ്കൾ അതിന് പറഞ്ഞ മറുപടി വിശദമായിട്ട് പഠിക്കുമെന്ന. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. വിശദമായിട്ട് പഠിച്ചിട്ട് വന്ന് മറുപടി പറയാനാണെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഇതിന്റെ കാരണത്തെ കുറിച്ച് പറയാതെ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ വെർബൽ വോമിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ 100